അടുത്ത കാലത്തായി നിരവധി പേരാണ് ഇസ്രായേലിൽ കൃഷിപ്പണികൾക്കായി പോകുന്നത്. ഇസ്രായേലിലെ കൃഷിത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന പലസ്തീനികളെ പിരിച്ചുവിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നിയമിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം തുടർന്നാണ് നിരവധി ഇന്ത്യക്കാർ പോയത്. ഇവർക്ക് ഇസ്രായേലിൽ ദുരിത ജീവിതമാണെന്നാണ് അവിടെ എത്തിയ പലരും മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം ഇസ്രായേലിൽ കൃഷിപ്പണിക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ഓൺലൈൻ പരസ്യങ്ങളിൽ ജാഗ്രത കാട്ടണമെന്ന നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസും രംഗത്തെത്തി. 1.25 ലക്ഷം രൂപ മുതലാണ് കൃഷിപ്പണിക്ക് പോകുന്നവർക്ക് ഓൺലൈൻ പരസ്യങ്ങളിൽ ശമ്പളം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നേരത്തെ മുംബൈയിലുള്ള ഏജൻസികളാണ് റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നതെങ്കിലും ഇപ്പോൾ കൊച്ചിയിലുള്ള ചില ഏജൻസികളും വിസ തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. +2 വിദ്യാഭ്യാസമാണ് യോഗ്യത. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം. എന്നാൽ വിസ നൽകി വിമാനം കയറ്റിവിടുന്നതോടെ ഏജൻസികളുടെ ഉത്തരവാദിത്തം കഴിയും. ഇസ്രായേലിലെത്തിയാൽ അവിടെ കാത്തിരിക്കുന്നത് കൊടിയ ദുരിതമാണെന്നാണ് പോയവർ സാക്ഷ്യപ്പെടുത്തുന്നത്. കുഴപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ താമസ സൗകര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമാണ്. ഞങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ അറിയാമല്ലോ, എന്തായാലും പുറത്ത് വരുമ്പോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന വന്നതാണ്. പക്ഷെ അത്രയ്ക്കും മോശം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മോശം. ഞാനൊരു വീഡിയോ ഇട്ട് തരാം. ഞങ്ങൾ താമസിക്കുന്ന ഇതിനകത്ത് ഇന്നലെ രാത്രിയിലാണ് വന്നത്. ഞാൻ ഇവിടുന്ന് കയറിയാലെന്നൊരു ഒരു സമയത്ത് ഞാൻ വിചാരിച്ചത്. അത്രയ്ക്കും ഇതാണ്. ഇപ്പോഴൊന്നും ആയിട്ടില്ല. അപ്പം ഒരു സാധനവും ഇല്ല. നമുക്ക് കിടക്കാനൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പം ഇവർ എന്നെ സംഭവം വെച്ചാൽ ഇവരെല്ലാം കൊടുത്തു. പക്ഷെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന പാലസ്തീനികളും ഫിലിപ്പീൻസും പിന്നെ തായ്ലാൻഡുകാരൊക്കെ അത് നശിപ്പിച്ച് പന്നിക്കൂടില്ലേ, അതിനെക്കാട്ടും കഷ്ടമാണ് ഇവിടെ അവസ്ഥ. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർക്ക് ചിലവർക്ക് AC റൂമൊക്കെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. AC റൂം വെച്ചാൽ ചെറിയൊരു റൂം മാത്രം AC പിടിപ്പിച്ച് തന്നാക്കുന്ന വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ റൂം മാത്രം നല്ലതേ ഉള്ളൂ. ബാക്കി ചുറ്റുപാടും ഭയങ്കര ഇതാണ് പ്രശ്നമാണ് മറ്റുള്ളവന്മാരെ കൊണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ വൃത്തികേടാക്കി വെച്ചേക്കുവാണ്. അത് വൃത്തിയാക്കാനും നമ്മളെ കൊണ്ട് വിചാരിച്ച് വൃത്തിയാക്കാനും പറ്റില്ല. പിന്നെ എന്നെക്കാട്ടും മോശമുള്ള റൂമുകളൊക്കെ കിട്ടിയവർ വേറെയുണ്ട്. താമസിക്കാൻ വളരെ മോശം സാഹചര്യങ്ങൾ. കട്ടിലോ കിടക്കകളോ ഇല്ല. പലയിടത്തും താമസ സ്ഥലത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നു. അടിച്ചുവാരിയിട്ടോ കഴുകിയിട്ടോ മാസങ്ങളായ നിലയിലാണ് താമസം നൽകിയിരിക്കുന്ന സ്ഥലങ്ങൾ. ശൗചാലയങ്ങളും അതീവ മോശം അവസ്ഥയിൽ. മുമ്പ് പലസ്തീനികളും ഫിലിപ്പീനികളുമാണ് ഈ സ്ഥലങ്ങളിൽ ജോലികൾ ചെയ്തിരുന്നത്. ഇവരെ മാറ്റിയാണ് ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇസ്രായേലിലെ കാർഷിക വേലകൾക്കായി നിയമിക്കുന്നത്. മുൻപ് താമസിച്ചിരുന്നവർ അലങ്കോലമാക്കിയിട്ട സ്ഥലങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിൽ കൃഷിപ്പണികൾക്കായി എത്തിയവർക്ക് അതേപടി നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 25-നും 39-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇസ്രായേലിൽ കൃഷിപ്പണികൾക്കായുള്ള വിസ നൽകുന്നത്. ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷം പേർക്ക് ജോലി നൽകുമെന്നായിരുന്നു ഇസ്രായേൽ സർക്കാരിന്റെ പ്രഖ്യാപനം. 4 ലക്ഷം രൂപ മുതലാണ് ഈ ജോലിക്കായി റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഈടാക്കുന്നത്. ചിലയിടങ്ങളിൽ 6 ലക്ഷം വരെ ഈടാക്കുന്നുണ്ട്. 8 മണിക്കൂറാണ് ഒരു ദിവസത്തെ ജോലി. ആഴ്ചയിൽ 6 ദിവസവും ജോലി ഉണ്ടാകും. ഓവർ ടൈം ചെയ്താൽ അതിന് പ്രത്യേക പ്രതിഫലവും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സംഘം എത്തിയപ്പോഴേ ദുരിതാവസ്ഥകൾ വ്യക്തമായിരുന്നു. ഇവരിൽ ചിലരാണ് അവിടുത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ആദ്യം എത്തിയ ചിലർക്ക് താമസിക്കാൻ AC ഉള്ള മുറികൾ നൽകിയിരുന്നു. എന്നാൽ മുറികൾക്ക് പുറത്ത് പരിസരം മാലിന്യമയമാണ്. പലരും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് വരെ ആലോചിക്കുന്നുവെന്നും ഇനി വരാനിരിക്കുന്നവർ പുനരാലോചിക്കണമെന്നുമാണ് ഈ വീഡിയോകളിൽ പറയുന്നത്. ഇസ്രായേൽ ഗാസ അതിർത്തിയിലാണ് ഈ കൃഷിത്തോട്ടങ്ങൾ ഭൂരിഭാഗവും ഉള്ളത്. ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യത്തിൽ ഇവിടുത്തെ ജോലി അപായകരവുമാണ്. രാവിലെ കൊടും തണുപ്പിലും നട്ടുച്ചയ്ക്ക് കൊടും ചൂടിലും ജോലി ചെയ്യണം. ഭക്ഷണം സ്വയം പാചകം ചെയ്തു കഴിക്കണം. എന്നാൽ ഇതിനാവശ്യമായ വസ്തുക്കളൊന്നും കിട്ടാനില്ല. ഇസ്രായേലിൽ നിന്ന് വിസയ്ക്ക് 70,000 രൂപ മാത്രമാണ് വേണ്ടത്. അതിനാണ് നാട്ടിൽ 4 മുതൽ 6 ലക്ഷം രൂപ വരെ ഈടാക്കുന്നതെന്നും പോയവർ പറയുന്നു. കൃഷിത്തോട്ടത്തിലെ പണി മാത്രമല്ല ഇവിടെ വരുന്നവരെ കാത്തിരിക്കുന്നത്. ഫാമുകളിലും ജോലിയുണ്ട്. ഒരാൾ 50 പശുക്കളെ വരെ നോക്കണം. കോഴി ഫാമിലാണെങ്കിൽ 10,000-ഓളം കോഴികളുണ്ട്. 4-5 പേർ മാത്രമാണ് ജോലിക്കുണ്ടാവുക. ഇവിടെ ചില തായ്ലൻഡുകാരും ജോലിക്കുണ്ട്. ഇന്ത്യക്കാരോടുള്ള ഇവരുടെ പെരുമാറ്റം മോശമാണെന്ന് പോയവർ പറയുന്നു. നാട്ടിലെ ഏജന്റുമാരെ ഈ പരാതികൾ പറയാൻ വിളിച്ചാൽ അവിടെ എത്തിച്ചതിനു ശേഷം തങ്ങൾക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഫോൺ ബ്ലോക്ക് ചെയ്യുകയാണെന്നും പരാതിയുണ്ട്.